10 സെന്റ് ഉള്ളതാകുന്ന ഭൂമിയിൽ അമ്പരച്ചുംബികളായ മണിമേടകൾ വെച്ച് ഞാൻ നാട്ടിൽ അറിയപ്പെട്ട സമ്പന്നനാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ വീടോ നിന്റെ പറമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇന്ന ഖാറൂൻ മിൻ ഖൗമി മൂസാ ഫബഗാ عليهم ما إن مفاتحه لتنوء بالعصبة أولي القوى. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്ന ലോകം കൊണ്ട് ഏറ്റവും വലിയ ധനികനാകുന്ന ഖാറൂൻ, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ, വസ്ത്രം കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? നാട്ടിലുള്ള ഇസ്രായേലി പെൺകുട്ടികളിലേക്ക് കടന്നു ചെന്ന് സുന്ദരികളാകുന്ന പെൺകുട്ടികളുടെ കൈവശം സ്വർണ്ണനാണയം വാരി വിതറിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ വിചരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെ നിർബന്ധിച്ചതായ ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇല്ലാതാക്കിയത് പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുന്നില്ലയോ? ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ്. ഭൂമി പിളരുകയാണ്. ഭൂമിക്കുള്ളിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയാണ്. നഊദു ബില്ലാഹ്. ഈ ആയത്തിനെ വിശദീകരിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്, നാം ഈ വാല് പറയുന്ന സന്ദർഭത്തിൽ പോലും ലോകാവസാനം വരെ ഇഞ്ചിഞ്ചായി ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാറൂനിനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അവൻ്റെതാകുന്ന സർവ്വ സാമ്പത്തിക സ്രോതസ്സുകളെയും അല്ലാഹു ഭൂമിയിലേക്ക് ഇല്ലാതാക്കിയത്രേ. മനുഷ്യ അഹങ്കരിക്കല്ലേ, മനുഷ്യ അഹങ്കരിക്കല്ലേ മുസ്ലിമേ. ഈ വലിയ വിപത്തുകൾ അല്ലാഹു നൽകുന്നത് പരീക്ഷണമാണ്.